ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഓണത്തിന് എങ്ങനെ ചെണ്ടുമല്ലി കൃഷി ചെയ്യാം എന്നാണ്. അതെങ്ങനെ ചെയ്യാം എന്ന് അതിൻ്റെ രീതികൾ എങ്ങനെയാണ് എന്നൊക്കെയാണ് ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ എത്ര ദിവസം മുന്നാണ് ഈ കൃഷി ആരംഭിക്കേണ്ടതെന്ന് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. മൊത്തം ഒരു 80 ദിവസം വേണം ഈ കൃഷി നമുക്ക് ചെയ്യാനായിട്ട്. അതിലത്തെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എവിടെയാണോ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് പോയിട്ട് നല്ല അത്യാവശ്യം കുറച്ച് പൊക്കത്തിലും കുറച്ച് വീതിയിലും ഒരു വാരം ഉണ്ടാക്കുക. ആ വാരം നമ്മൾ കൊത്തി ഇളക്കിയെടുക്കുക. കൊത്തി ഇളക്കിയിട്ട് അതിലേക്ക് കുമ്മായം കൊണ്ടിടുക. കുമ്മായം കൊണ്ടിട്ട് മണ്ണിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്യുമ്പോൾ മണ്ണ് കുമ്മായമായിട്ട് നന്നായിട്ട് ഈ മണ്ണ് കുമ്മായിട്ട് നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഇത് ഒരു മിക്സായി കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മണ്ണൊക്കെ ഒന്ന് നിരപ്പാക്കി കൊടുത്തിട്ട് നമ്മൾ 10 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുക. 10 ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ ഈ മണ്ണിൽ ചേർത്ത് ഈ കുമ്മായ മണ്ണുമായിട്ട് ചേർന്ന് മണ്ണിൻ്റെ pH ലെവൽ കറക്റ്റാവും. അതായത് മണ്ണിൻ്റെ പ്രതിരോധശേഷിയും ആരോഗ്യമൊക്കെ നല്ല രീതിയിലാവും. നല്ല ആരോഗ്യമുള്ള മണ്ണുണ്ടെങ്കിൽ മാത്രമാണ് നല്ല ആരോഗ്യമുള്ള ചെടികൾ വളരുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ 10 ദിവസം കഴിയുമ്പോൾ ഈ മണ്ണിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ വാരത്തിലേക്ക് നമ്മൾ വളങ്ങൾ ചേർക്കണം. അതിപ്പോൾ രാസവളങ്ങൾ വേണമെങ്കിൽ ചേർക്കാം, ജൈവവളങ്ങൾ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അവിടെ ചെയ്യുന്നത് ജൈവ വളങ്ങളാണ്. കോഴിക്കാട്ടം പ്ലസ് ചാണകപ്പൊടിയാണ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത്. ഈ മണ്ണിലേക്ക് ഈ കോഴിക്കാട്ടം ചാണകപ്പൊടി അടിവളമായി കൊടുത്ത ശേഷം മണ്ണൊന്ന് മൂടും. അതിനുശേഷം നമ്മൾ മണ്ണിലേക്ക് ഒരു കൈയകലത്തിൽ നമ്മൾ ഓരോ ഹോൾ ഉണ്ടാക്കും. നമ്മളിവിടെ ഹോൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് PVC പൈപ്പാണ്. PVC പൈപ്പ് അത്യാവശ്യം നല്ല വട്ടമുള്ള ഒരു PVC പൈപ്പ് എടുത്ത് നമ്മൾ ഒരു കൈയകലത്തിൽ ഒരു കൈയിൻ്റെ അകലത്തിൽ നമ്മൾ ഓരോ ഹോൾ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ നല്ല ആരോഗ്യ ഗുണമുള്ള തൈകൾ വാങ്ങിയിട്ട് നമ്മൾ നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഒരു 20 ദിവസം കഴിയുമ്പോൾ ഈ ചെടിക്ക് നമ്മൾ നട്ടു കൊടുത്ത ചെടിക്ക് ചെറിയൊരു കൂമ്പ് വരും. ഈ കൂമ്പ് നമ്മൾ നുള്ളി കൊടുക്കണം. കൂമ്പ് നമ്മൾ നുള്ളി കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടി ഒരുപാട് ഹൈറ്റ് പോവില്ല. ഉള്ള ചെടി കുറ്റിച്ചെടിയായി നിൽക്കുകയും ഒരുപാട് ശാഖകൾ ഉണ്ടാവുകയും ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് ഈ ചെടി നമ്മൾ നുള്ളി കൊടുക്കാൻ പറയുന്നത്. അത് കറക്റ്റ് ആ ഒരു ഡേറ്റിന് തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ ഇത് നുള്ളി കൊടുക്കാൻ മറന്നു കഴിഞ്ഞാൽ ചെടി ഒരുപാട് മുകളിലേക്ക് പോയി കാറ്റത്തും മഴയത്തും മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ പൂക്കളും വളരെ അധികം കുറയും. അപ്പം അതുകൊണ്ടാണ് ഇത് നുള്ളി കൊടുക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞാൽ ഒരു 30 ദിവസം കഴിയുമ്പോൾ ഒന്നുകിൽ യൂറിയ വാങ്ങാം, അല്ലെങ്കിൽ 19 എന്ന് പറഞ്ഞ ഒരു വളം കിട്ടും. ഇതിലേതിലും ഒന്ന് വാങ്ങിയിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ഗ്രാം എന്ന തോതിൽ കലക്കി ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുക. അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് ഇത് വളരെയധികം സഹായിക്കും. അങ്ങനെ ഒരു 45 ദിവസമൊക്കെ ആകുമ്പോൾ ചെടിക്ക് ചെറിയ മുട്ട് വരും. ഈ മുട്ട് വളർന്ന് പൂവായി വിരിഞ്ഞ് വരാനായിട്ട് ഒരു 10-15 ദിവസം എന്തായാലും പിടിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 60 ദിവസമായി. അങ്ങനെ ഈ 60 ദിവസം ആവുമ്പോൾ തന്നെ ഏകദേശം പൂവ് വിളവെടുപ്പിന് പാകവും. അപ്പം നമ്മൾ ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് ചെയ്യണം. ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് യൂറിയ വാങ്ങാം. ഈ യൂറിയ വാങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളിൽ വാങ്ങി ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു കണക്കിൽ തന്നെ യൂറിയ വെള്ളത്തിൽ കലക്കാൻ വേണം സ്പ്രേ ചെയ്യാണ്ട്. അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെടികൾക്ക് വളരാനും പെട്ടെന്ന് പൂവ് വിരിഞ്ഞ് വലുതാവാനും അത് സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ എനിക്ക് നല്ല വിജയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ്
സ്വീകരിക്കാൻ നോക്കുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചു, അതിനുള്ള ആൻസർ ഞാൻ പരമാവധി തരാൻ നോക്കുന്നതായിരിക്കും. പിന്നെ ചെടികൾക്ക് ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളും വരും. വാട്ടരോഗം, പുഴുക്കേട്, ഉറുമ്പിൻ്റെ ശല്യം, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ സാധ്യതയുണ്ട്. അപ്പോൾ അതിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് ചോദിക്കുക, ഞാൻ അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.